Hi friends, welcome to my YouTube channel. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെയിൻ എങ്ങനെ ക്ലീൻ ചെയ്യാം എൻ്റെ രീതിയിൽ. അതായത് വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ആണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് എൻ്റെ വീഡിയോയിൽ ഞാൻ എൻ്റെ സൈലൻസർ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കമൻറ്റ് ചെയ്തായിരുന്നു, ആ ചെയിനൊന്ന് ക്ലീൻ ചെയ്തുകൂടെ എന്ന്. പക്ഷെ ഞാൻ ആ വീഡിയോയിൽ സംഭവം അന്നേരം തന്നെ ക്ലീൻ ചെയ്തതാണ്. പക്ഷെ ആ വീഡിയോ ഞാൻ സൈലൻസറിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ചെയിനും ക്ലീൻ ചെയ്യണ ആ വീഡിയോ കൂടി ആഡ് ചെയ്ത് ആ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2-3 സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു എന്താണ് ചെയിൻ ക്ലീൻ ചെയ്യാൻ വളരെ മോശമായിരിക്കണമെന്നാണ്. അപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ തുച്ഛമായ ഒരു ടെക്നിക്കാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ സോപ്പ് പൊടിയും അതേപോലെ തന്നെ പഴയ ടൂത്ത് ബ്രഷും ഇച്ചിരി വെള്ളവും കൂടി ഉണ്ടായിട്ട് നൈസായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേട്ടോ, തുരുമ്പിച്ചിരിക്കണ ആ ഒരു ഭാഗത്തൊക്കെ ഈ സംഭവം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ന്യൂ ചെയിനായി മാറും. അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കണ ഏതെങ്കിലും സോപ്പ് പൊടി, ആ സോപ്പ് പൊടിയും നിങ്ങൾ പണ്ടെപ്പോഴോ ഉപേക്ഷിച്ച ടൂത്ത് ബ്രഷ് എടുക്കുക, ഒരു ബക്കറ്റ് വെള്ളവും എടുക്കുക, നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഉരച്ചൊരച്ച് ക്ലീൻ ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ക്ലീൻ ചെയ്തിട്ട് ഞാനിടയിൽ കൂടി കാണിച്ചു തരാം എന്തോരം ക്ലീൻ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ. കേട്ടോ, ഇപ്പോൾ തന്നെ ആ തുരുമ്പിൻ്റെ സംഭവങ്ങളൊന്നും കാണാണ്ടായി ക്ലീൻ ചെയ്ത ഭാഗത്ത്. തുരുമ്പുള്ള ഭാഗമൊക്കെ ഇതേപോലെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല പക്ക ക്ലീനായിട്ടിരിക്കും നമ്മുടെ ചെയിൻ. നമുക്ക് എക്സ്ട്രാ ചെയിൻ ക്ലീനേഴ്സ് മേടിച്ച് കാശ് കളയേണ്ട ആവശ്യമില്ല. ഇത് വളരെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയുള്ളൊരു സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി, എനിക്കൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചെയിൻ ക്ലീനർ എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഒരുപാട് ബ്രാൻഡുകളിൽ ഇറങ്ങുന്നുണ്ട്. സോറി കേട്ടോ, ഒരു കോൾ വന്നത് ചെവി അടിച്ച് പോയി കാണുമല്ലേ, ഐ ആം ദ റിയലി സോറി. അപ്പോൾ ഇതാണ് സംഭവം, ഒരുപാട് ബ്രാൻഡുകൾ ഇറങ്ങുന്നുണ്ട് ചെയിൻ ക്ലീനേഴ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ സംഭവം അതും നല്ല യൂസ്ഫുള്ളാണ്, പക്ഷേ അതാവുമ്പോൾ എക്സ്ട്രാ കോസ്റ്റ് വരും. ഇപ്പോൾ ഞാൻ വളരെ തുച്ഛമായി ക്ലീൻ ചെയ്യണ ഒരു ടെക്നിക്കാണിത്. ഇച്ചിരി സോപ്പ് പൊടി, പഴയ ടൂത്ത് ബ്രഷ് ഇനി പല്ലേക്കാൻ ഉപയോഗിക്കരുത് കേട്ടോ, അത് ഉപേക്ഷിച്ച കേസായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടെപ്പോഴോ ഉപേക്ഷിച്ച ടൂത്ത് ബ്രഷ് ഞാൻ തപ്പിയെടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പുതിയ ടൂത്ത് ബ്രഷ് വെച്ച് ചെയിൻ ക്ലീൻ ചെയ്യാനാണെങ്കിൽ പിന്നെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമേ ആ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ പല്ല് വെക്കരുത്. അപ്പോൾ ഇതേപോലെ നൈസായിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക, എന്നിട്ട് ഇച്ചിരി വെള്ളം അങ്ങോട്ട് നനച്ച് കൊടുക്കുക. സംഭവം സെറ്റാവും. നമുക്ക് വേണമെങ്കിൽ മണ്ണെണ്ണ ഇട്ട് ക്ലീൻ ചെയ്യാം, അതേപോലെ തന്നെ ഡീസലിട്ട് ക്ലീൻ ചെയ്യാം. അതൊക്കെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കോസ്റ്റ് വരും. മണ്ണെണ്ണ ഇപ്പോൾ റേഷൻ കടയിൽ തന്നെ കിട്ടുന്നത് 2 മാസത്തേക്ക് 1 ലിറ്റർ മണ്ണെണ്ണയൊക്കെ കിട്ടും. പിന്നെ വല്ല കടയിൽ നിന്നൊക്കെ എക്സ്ട്രാ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കാം കേട്ടോ. അത് ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല, റേഷൻ കടയിൽ നിന്ന് മാത്രമേ മേടിച്ചിട്ടുള്ളൂ മണ്ണെണ്ണ. പിന്നെ ഡീസലിനൊക്കെ ഇപ്പോൾ അറിയാമല്ലോ, 1 ലിറ്ററിന് 100 എടുക്കാറായി. 100 ഡീസൽ വണ്ടി ഇപ്പോൾ ഓടിക്കാത്തതുകൊണ്ട് കുറച്ച് റേറ്റ് അറിയില്ല. പെട്രോൾ എന്തായാലും നല്ല രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പെട്രോളിൻ്റെ വില. അപ്പോൾ ഇത് കണ്ടോ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് സ്പ്രോക്കറ്റും ക്ലീൻ ചെയ്യാം. കേട്ടോ, നോക്കിയേ, ആ ചെയിനിൻ്റെ ആ തുരുമ്പൊക്കെ ഇങ്ങോട്ട് പോയെന്ന് തന്നെ കാണാനില്ല. പക്ഷേ അതാണ് പറഞ്ഞത്, സോപ്പ് പൊടിയും ഇച്ചിരി വെള്ളവും പഴയ ടൂത്ത് ബ്രഷ്, ഇതാണ് അതിൻ്റെ ഒറ്റമൂലി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നൈസായിട്ട് സ്പ്രോക്കറ്റ് ഒന്ന് വെളുപ്പിക്കണം, പിന്നെ ആ നട്ടൊക്കെ ഒന്ന് വെളുപ്പിക്കണം. ഓക്കെ,
ഇതടാ നോക്കിക്കോടാ. ഓക്കെ, കയ്യിൽ ആ ഗ്രീസാ എന്തെങ്കിലും പറ്റുന്നുണ്ടാന്ന് നോക്കി. അതാണ് ക്ലീൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയിൻ ലൂബ് അടിച്ചിട്ട് അല്ലെങ്കിൽ ചെയിൻ ക്ലീനർ അടിച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ട് വരച്ച് നോക്കാൻ പറ്റും. നല്ല പോലെ ഒരുക്കും കൈക്ക്. നൈസായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സ്പ്രോക്കറ്റും ക്ലീൻ ആക്കാം. സ്പ്രോക്കറ്റ് ക്ലീൻ ആക്കുമ്പോൾ ആ നട്ട്സും ക്ലീൻ ആക്കാം. ആ നട്ട്സൊക്കെ നല്ല സ്റ്റീലിൻ്റെ കളറുള്ള നട്ട്സാണ്. അതൊക്കെ വെളുപ്പിച്ച് കാണിച്ചാട്ടെ. ഇപ്പം വേണ്ട, സ്റ്റീൽ കളർ പുറത്തേക്ക് തന്നെ വേണ്ട. അതാണ് നമ്മുടെ സോപ്പ് പൊടിയും ടൂത്ത് ബ്രഷിൻ്റെയും പ്രത്യേകത. സോപ്പ് പൊടി എന്തായാലും നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ എന്തോന്നാലും സോപ്പ് പൊടി സ്റ്റോക്ക് ഉണ്ടാവും. നമ്മൾ ഉടുപ്പലക്കാൻ വേണ്ടി വീട്ടിൽ സോപ്പ് പൊടി എന്തെന്നാലും ഉണ്ടാവും. വീട്ടിൽ മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നൈസായിട്ട് എടുത്തേക്കണണ്ടില്ല ആ പാത്രത്തിൻ്റെ മൂടിയിൽ തിരി മതി. സംഭവം സെറ്റാണ്. എൻ്റെ ഇതിന് മുന്നേ ഞാൻ സ്പ്രോക്കറ്റിൻ്റെ കളറ് തിരിച്ച് കിട്ടണുണ്ട്. സ്പ്രോക്കറ്റിൻ്റെ പല്ലിൻ്റെ ഇടയിലൊക്കെ ഇച്ചിരി തുരുമ്പുമയം വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇച്ചിരി സോപ്പ് പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനു മുന്നേ ചെയിൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം മറ്റേ മണ്ണെണ്ണ ഇട്ടുള്ള പരിപാടിയാണ്. മണ്ണെണ്ണ ഇട്ട് ചെയ്തെങ്കിലും അവസാനം ഞാൻ സോപ്പ് പൊടി ഇട്ടിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. സോപ്പ് പൊടി വെള്ളമിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലൂബ് ചെയ്യണത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചെയിൻ ലൂബും ചെയ്യുന്നുണ്ട്. അതും നോക്കുക. അതും ഇതേപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാസ്ട്രോളിൻ്റെ ഗിയർ ഓയിലാണ് ഞാൻ ചെയിൻ ലൂബായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വണ്ടി മേടിച്ച അന്ന് മുതൽ ഇപ്പോൾ ഇന്ന് വരെ അത് തന്നെ നമ്മുടെ ചെയിൻ ലൂബ്. ചെയിൻ ലൂബ് ഇതേപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് കുറേ ഉണ്ട് മാർക്കറ്റിൽ. ബ്രാൻഡുകളുടെ പേരൊന്നും ഞാൻ അങ്ങനെ എടുത്ത് പറയണമെന്നില്ല, കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതൊന്നും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയിൻ ലൂബാണ്. ചെയിൻ ലൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഗിയർ ഓയിലാണ്. അതിൻ്റെ പടം ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി കാണിച്ചു തരാം, ഒന്ന് നോക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗിയർ ഓയിൽ, കാസ്ട്രോളിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ. ഇതാണ് സാധനം. കണ്ട, 1 ലിറ്ററിന് ഈ റേറ്റേ വരുള്ളൂ. ഇതാണ് എൻ്റെ ചെയിൻ ലൂബ്. ഇനിയിപ്പോൾ ഫാസ്റ്റാക്കി കാണിക്കാം, അല്ലെങ്കിൽ ബോറിയാവും നിങ്ങൾക്ക്. സംഭവം ഇത്രേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. പക്ക ക്ലീനാണ്. നൈസായിട്ട് ആ പല്ലിൻ്റെ ഇടയിലൊക്കെ, സ്പ്രോക്കറ്റിൻ്റെ പല്ലിൻ്റെ ഇടയിലൊക്കെ തുരുമ്പൊക്കെ നിങ്ങൾ കളയാം. ക്ലീനാണ്. പിന്നെ ആ ചെയിൻ ലൂബ് നിങ്ങൾ ആ ബോട്ടിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് ഒഴിക്കരുത് കേട്ടോ വണ്ടിയുടെ ചെയിനിലേക്ക്. അത് നൈസായിട്ട് വേറൊരു ബോട്ടിലേക്ക് ആക്കണം. ആ ക്യാനിൽ നിന്ന് 1 ലിറ്ററിൻ്റെ ക്യാനിൽ നിന്ന് ഒരു ബോട്ടിലേക്ക് ആക്കണം. ബോട്ടിലെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഹാർപ്പിക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ സാധനമാണ് ഹാർപ്പിക്കിൻ്റെ ബോട്ടിൽ. ഹാർപ്പിക്കിൻ്റെ ബോട്ടിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ടിപ്പുണ്ടല്ലോ, അതിൻ്റെ മൗത്ത് ഒന്ന് പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ചെറിയൊരു കുനിയൽ കൊണ്ടിട്ട് ആ ഹാർപ്പിക്കിൻ്റെ ബോട്ടിലേക്ക് ഈ ചെയിൻ ഓയിൽ, മറ്റേ ഗിയർ ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് ഫില്ല് ചെയ്തിട്ട് നൈസായിട്ട് ലൂബ് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബോട്ടിലേക്ക് എങ്ങനെ ഒഴിക്കണമെന്നല്ല, ഹാർപ്പിക്കിൻ്റെ ബോട്ടിൽ കൊണ്ട് ചെയിൻ ലൂബ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം വീഡിയോയുടെ അവസാനത്തിൽ. ഓക്കെ, ഞാൻ ചെയിൻ ലൂബ് ചെയ്യണത് നൈസായിട്ട് വണ്ടി ഓണാക്കിയിട്ട്, കാരണം പാഡോക്ക് സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് സൈഡ് സ്റ്റാൻഡ് മാറ്റാൻ മറക്കരുതല്ലേ, വണ്ടി ഓഫ് ആയി പോകും.
ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ്. നിങ്ങളപ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. കാരണം കൈ അതിൻ്റെ ഇടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് ഓടേണ്ടി വരും. ഇതുണ്ടോ, ഇതാണ് ഹാർപ്പിക്കിൻ്റെ ഉപ്പ്. 1-2 വർഷം യൂസ് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ ലക്ഷണം അങ്ങനെയായിരുന്നു. എന്താ നൈസ് ഈസി ഗെയിമാണ്. വെറുതെ പഴമാവും വണ്ടി. ചെയിനൊക്കെ കണ്ട ഉഷാറാണ്. അപ്പോൾ അതാണ് എൻ്റെ ഹാർപ്പിക്കിൻ്റെ ഉപ്പിയിൽ ഗിയർ ഓയിൽ വെച്ചിട്ടുള്ള ചെയിൻ ലൂബിങ്. ഇതും കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ളൊരു പരിപാടിയാണ്. അതായത് ലോ കോസ്റ്റ് പരിപാടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയിൻ ഈ പറഞ്ഞ പോലെ ക്ലീൻ ചെയ്തിട്ട് സോപ്പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഓൾറെഡി ചെയിൻ ലൂബ് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതടിച്ചു കൊടുത്താൽ മതി, സംഭവം സെറ്റാവും. അപ്പോൾ എൻ്റെ ഏറ്റവും ചിലവ് കുറഞ്ഞ സെറ്റപ്പിലുള്ള പരിപാടിയാണ് ചെയിൻ ക്ലീനിങ് ആൻഡ് ചെയിൻ ലൂബ്. എന്താ പിന്നെ ഈ ചെയിൻ നമ്മൾ ഗിയർ ഓയിൽ ഒഴിക്കണോണ്ട് ചില നെഗറ്റീവ് സീൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഗിയർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഈ ഓയിൽ വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് തെറിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടി ഹീറ്റായി കഴിയുമ്പോൾ എൻജിൻ ഹീറ്റായിരിക്കണതാണ്. അപ്പോൾ വണ്ടിയുടെ എൻജിൻ സൈഡിൽ നിന്ന് പുക വരും. അത് ഇച്ചിരി അനോയിങ് ആണ് സംഭവം. അതൊക്കെ ഒന്നും മൈൻഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സീനൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിലൊക്കെ പോയി നിൽക്കുമ്പോൾ വണ്ടിയുടെ എൻജിൻ സൈഡിൽ നിന്ന് പുക വരുമ്പോൾ ആൾക്കാരുടെ കിളി പോകും. പൊന്നി വണ്ടി ഒന്ന് കത്ത് പിടിക്കാൻ വേണമെന്ന് പറയും. സംഭവമൊന്നുമല്ല, ഈ ഗിയർ ഓയിൽ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഓയിൽ നേരെ എൻജിൻ്റെ സൈഡിലേക്ക് പോകും. ആ എൻജിൻ സൈഡിലേക്ക് പോയിട്ട് എൻജിൻ ഹീറ്റ് ആകുമ്പോൾ പുക വരും. നൈസായിട്ട് ചെയിൻ്റെ സൈഡിൽ ആ തുരുമ്പൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഗിയർ ഓയിൽ തുരുമ്പൊക്കെ എങ്ങാട് പോയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ ചെയിൻ ക്ലീനിങ്ങും ചെയിൻ ലൂബിങ്ങും ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു പരിപാടി. ഇതെൻ്റെ ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പക്ഷേ സംഭവം സക്സസ്ഫുള്ളാണ്. അതിന് ഞാൻ ഗ്യാരണ്ടി. കണ്ട ആ നട്ടൊക്കെ കണ്ട നല്ല സ്റ്റീൽ കളറായില്ലേ, അതാണ് പരിപാടി. അപ്പോൾ സംഭവം എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.